എന്താ എന്നെ ഇനിയും നാണം കെടുത്താൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക്? ഏയ്, സ്വയം നാണം കെട്ട് കഴിഞ്ഞ ഒരാളെ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നതിൽ പ്രയോജനമില്ലല്ലോ. അതെ, എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. സൂര്യ, എന്താ കാര്യം? അവൻ ചോദിക്കട്ടെ, എന്താ നിന്റെ സംശയം? നന്ദിനി ഒരു അപകടത്തിൽപ്പെട്ടപ്പോ ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അമ്മ അറിയാതെയാണ് അച്ഛൻ അവിടെ വന്നത്. ശരിയല്ലേ അച്ഛാ? ശരിയാണ്. ഞാൻ പത്മയോട് പറഞ്ഞിരുന്നില്ല. ദെൻ പത്മ മേഡം എങ്ങനെ ഈ കാര്യം അറിഞ്ഞു? കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് അങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ പത്മ മേഡത്തിനെ ആരാണ് ക്ഷണിച്ചത്? ഇതാണോ കാര്യം? ആ നാട്ടിൽ എന്താ എനിക്ക് ബന്ധങ്ങളില്ല. അവർക്കാർക്കും എന്നെ വിളിച്ചു പറയാൻ പറ്റില്ലേ? ആര് വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ എന്താ? അത് സത്യമായിരുന്നല്ലോ, പിന്നെന്താ? ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പത്മ മേഡം വന്നിറങ്ങിയത് ആരുടെ കൂടെയാ? കുറ്റവാളിയായ കാർത്തികേയന്റെ കൂടെ. അപ്പോ വിളിച്ചു പറഞ്ഞത് കാർത്തികൻ തന്നെ ആയിരിക്കും അല്ലേ? ഇങ്ങനൊരു കാര്യം അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെയുണ്ട്, അച്ഛനും അവിടെയുണ്ട്. ഞങ്ങളിൽ ഒരാളെ ആയിരുന്നല്ലോ വിളിക്കേണ്ടിയിരുന്നത്. പകരം ഇവിടുത്തെ കാറില് കാർത്തികേയന്റെ കൂടി ഒരു എൻട്രി. അതെങ്ങനെയാണെന്നാ എനിക്കറിയേണ്ടത്. കാർത്തികേയൻ ഇപ്പോ നമ്മുടെ തെങ്ങും തോപ്പും നോക്കി നടത്തുന്നവനാ. ആ നാട്ടിൽ ഒരു ആവശ്യം വന്നാൽ സ്വാഭാവികമായിട്ടും അയാളല്ലേ വിളിക്കേണ്ടത്. എനിക്കറിയില്ലായിരുന്നല്ലോ അയാൾ കുറ്റവാളിയാണെന്ന്.